കൂട്ടത്തില് ഉണ്ടോ? നോയമ്പിന്റെ കാലഘട്ടമാണ് എന്ന് അറിയാൻ വയ്യാത്തവര് നോയമ്പ് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. ഈ നോയമ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ പടത്തിൻ്റെ പൂക്കളൊക്കെ വെക്കുന്നത്. നോയമ്പ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വെക്കാറില്ല. സഹനത്തിന്റെയും വേദനയുടെയൊക്കെ അവസ്ഥയിലേക്ക് മാറുന്നതാണ് നമ്മൾ നോയമ്പാചരണം. ബ്രദറാണെന്ന് വരണ്ടിയിരുന്നത്. ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടില്ല. സമയാറാകുമ്പോഴത്തേക്ക് എത്താമെന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് 3:15 ആകുമ്പോഴത്തേക്ക് പ്രാർത്ഥന നിർത്തണമെന്നാണ് കർത്താവ് സമ്മതിച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയില്ല. 3:15 ആകുമ്പോഴത്തേക്ക് പ്രാർത്ഥന ബ്രേക്ക് ചെയ്യണം. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളിവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, മഴയ്ക്ക് വേണ്ടി. അപ്പൊ തന്നെ ദൈവത്തെ പരീക്ഷണം എന്ന പോലെ തന്നെ ഇപ്പം ഒരു മഴ പെയ്താൽ ഒക്കത്തില്ല എന്ന് ചോദിച്ചു ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ഇന്ന് നേരമെടുത്തം മുതല് വ്യാപകമായ രീതിയിൽ മഴയാണ്. എല്ലാ സ്ഥലത്തും മഴയുണ്ട്, ഇടയ്ക്കും മഴ പെയ്യും. ഇതിലൂടെ ദൈവം പറയുന്നത്, നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ദൈവം ചെയ്തു തരും. പ്രാർത്ഥനയിലൊന്നും അസാധ്യമായിട്ടില്ല. ഇന്ന് നമുക്ക് കർത്താവ് തന്ന വചനം ഏതായിരുന്നു? ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായം. മൃഗബലിയെക്കുറിച്ച് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ പാപപരിഹാര ബലിയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. മൃഗബലി കൊണ്ട് പാപപരിഹാരം ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് മനുഷ്യൻ തന്നെ ബലിയായിട്ട് തീരാനായിട്ട് തയ്യാറായത്. ആ ബലിയിലേക്ക് കടന്നിരിക്കുന്ന നാളുകളാണ് നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. കർത്താവ് ഈ ലോകത്ത് ജീവിക്കാനായിട്ടായിരുന്നോ വന്നത്? ഈ ലോകത്ത് കർത്താവ് വന്നെങ്കിൽ ഈ ലോകത്തിന്റെ കാര്യങ്ങളല്ല ഈശോ പറഞ്ഞത്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇത് ഏതോ ഒരു അടയാളം കർത്താവ് തരികയാണ്. ഇന്ന് 3:15 ആകുമ്പോഴേ പ്രാർത്ഥന സമാപിക്കണം എന്ന് മുന്നറിയിപ്പ് തന്നതിന്റെ ഒരു അടയാളമാണ്. അപ്പൊ ഏതോ ഒരു ഇരുട്ട് സമീപിക്കാനുള്ള തുടക്കം ആരംഭിക്കാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും എന്തു തന്നെയായിരുന്നാലും പിതാവേ നിന്റെ തിരിഹിതം എന്താണോ നിറവേർന്നല്ലാതെ മറ്റൊരു പറയാൻ പറ്റുമോ? നമ്മള് നാലാ വഴിക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ചാട്ടവും നടത്താൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ അതിനെ അതിജീവിക്കാൻ പറ്റുമോ? അപ്പോഴേ ദൈവത്തിൽ പൂർണ്ണരായി ആശ്രയിച്ചാല് എന്ത് പ്രശ്നം വന്നാലും അതിനെല്ലാം അതിജീവിക്കാൻ പറ്റും. കഴിഞ്ഞ ചൊവ്വാഴ്ച കർത്താവിടെ സന്ദേശം തന്നിരുന്ന വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കുമൊക്കെ ശക്തമായ കാറ്റും മഴയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തന്നു. ഇന്തോനേഷ്യയില് ഭയങ്കര വെള്ളപ്പൊക്കവും ആളപകടവും മഴയൊക്കെ കൊണ്ട് 3 ദിവസം വരെ തുടർന്ന് പോകുന്ന പറയുന്നത്. മൃഗബലിയിൽ നിന്ന് മാറി
മനുഷ്യബലിയിലേക്ക് വന്ന് മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നമ്മളെല്ലാവരും പാപമോചിതരായി. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഉണ്ടോ? യാതൊരുവിധ പ്രയോജനവും ഇല്ല. കർത്താവ് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് വരെയും ആണ്. ഇനി എത്ര തലമുറ വരാനുണ്ടോ അത്രയും തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. ഈ മരണം കൊണ്ട് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? യേശുവിന്റെ മരണം കൊണ്ട് എന്തെങ്കിലും പ്രാധാന്യം വല്ലതും ഉണ്ടോ? പ്രാധാന്യമുണ്ട്. ആർക്കാ ഉള്ളത്? നമ്മള് പ്രാധാന്യമുള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ അപേക്ഷ കത്തുകൾ എഴുതിക്കൊണ്ട് വരുന്നത്. വീട് കിട്ടണം, സ്ഥലം മേടിക്കണം, ജോലി കിട്ടണം, രോഗം മാറണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് അപേക്ഷ കത്തുകൾ എഴുതിക്കൊണ്ട് വരുന്നത്. പിതാവിന്റെ വാഗ്ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാല് യാതൊന്നും നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടുകയില്ല. ആവശ്യപ്പെടേണ്ട ആവശ്യം ഇല്ല. കാരണം ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ പാപമോചിതരായി തീരുകയാണ് നമ്മൾ ഓരോരുത്തർ. അപ്പൊ നമ്മളിൽ പാപമോചനം ഉണ്ടോ? നമ്മളിൽ പാപമോചനം ഉണ്ട്. പക്ഷെ കയ്യിരിപ്പ് വേറെയാണെന്നേ ഉള്ളൂ. ഇല്ലേ? പാപമോചനം ലഭിച്ചവര് പാപത്തിന്റെ തീവ്രത മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന തകർച്ച, എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങള് അത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. റോമ 6:23 പറയുന്നുണ്ട്, പാപം മൂലം രോഗിയാകും, രോഗം മൂലം മരണം സംഭവിക്കും. രോഗമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ? അതിന് ഈ രോഗം എവിടുന്നാ വന്നേ? നിങ്ങൾ പറയുന്നെല്ലാം ക്ലിയറാ, കുഴപ്പമൊന്നുമില്ലെന്ന്. ഇത് രണ്ടും ഒരാൾ തന്നെയാണോ പറയുന്നത്? പാപത്തിൽ നിന്ന് മോചനം ലഭിച്ചു കഴിഞ്ഞാൽ ആ പാപം നമ്മളിലുണ്ടായിരിക്കുന്ന രോഗം പാപനിമിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മള് ആ രോഗാവസ്ഥയിലേക്ക് പോകാൻ തയ്യാറാകില്ല. ഈ രോഗം വന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രോഗം വീണ്ടും വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമോ? ഒരിക്കലും നമ്മള് അതിനെ ആഗ്രഹിക്കില്ല. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള, ആ രോഗം വരാതിരിക്കാനായിട്ടുള്ള ആ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകും. എങ്ങനെയാണ് നമുക്ക് രോഗം മാറിയത്? പ്രാർത്ഥനയിലും ഉപവാസത്തിലും ക്ഷമാർപ്പണത്തിലൂടെയൊക്കെ നമുക്ക് രോഗം മാറിയെങ്കിൽ പിന്നെ രോഗം വരാതിരിക്കണമെങ്കിൽ അത് തന്നെ നമ്മള് തുടരണം. എപ്പോഴാണോ അതിൽ നിന്ന് വിലക്കം വരുന്നത്, മാറ്റം വരുന്നത്, അപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയ രോഗം വീണ്ടും തിരിച്ചു വരും. യഹൂദ നിയമം അനുസരിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനിൽ നിന്ന് ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ 3 ദിവസം വരെ ആ ജഡത്തിന്റെ രീതിയിൽ ഈ ജീവൻ കറങ്ങി നടക്കും. അതിനെ ആ ജഡത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിവുള്ള ഒരാളിന് വീണ്ടും ശരീരം വിട്ടു പോയ ജീവനെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ആ വ്യക്തിക്ക് പുനർജീവൻ ഉണ്ടാകും. ഇനിയൊരു നിയമം ഉണ്ടായിരുന്നു യഹൂദരുടെ ഇടയിൽ. അതുകൊണ്ടാണ് കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാൻ ഏത് ദിവസമാണ് പോയത്? 4-ാമത്തെ ദിവസം. ലാസർ മരിച്ചപ്പോ തന്നെ കർത്താവ് അറിഞ്ഞിരുന്നു ലാസർ മരിച്ചെന്ന്. അറിഞ്ഞില്ലായിരുന്നോ? അറിഞ്ഞായിരുന്നു. ഇതെന്താ പോവാൻ? 3 ദിവസം കഴിഞ്ഞപ്പം 3 ദിവസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴേ പ്രശ്നമായിരുന്നു, ഇല്ലേ? ലാസറിന്റെ സഹോദരിമാര് പറഞ്ഞ്
അത് ആഹപ്പാടെ ആ ചീഞ്ഞളിഞ്ഞ് ജീർണിച്ചു പോയി. കാരണം 24 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാല് ശരീരത്തിന്റെ പ്രകൃതമൊക്കെ മാറും. അതുകൊണ്ടാണ് അവര് പറഞ്ഞത് ഇത് മൊത്തം പ്രശ്നമായിരിക്കുകയാണ്, ഇപ്പൊ നീ വന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ കർത്താവ് എന്താ പറഞ്ഞേ? നീ വിശ്വസിക്കുന്നെങ്കിൽ പിതാവിന്റെ മഹത്വം ദർശിക്കും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? വാക്കിലുണ്ട്, പ്രവൃത്തിയില്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി. നമുക്ക് വിശ്വാസം എന്ന് നമ്മൾ വാക്കുകളോട് പറയാൻ പറ്റും, പക്ഷെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇപ്പോഴേ ഇവിടെ നിങ്ങൾ ചെല്ലുമ്പോഴേ വണ്ടി കിട്ടും എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോ കിട്ടിയില്ലെങ്കിൽ അതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് അത്രയേ ഉള്ളു. കാരണം ആ വണ്ടി അവിടെ ഇല്ലാത്തതിനെ ഓർത്ത് നന്ദി പറയത്തില്ല. അവിടെ കിടന്ന് പരക്കം പായു എന്താ എങ്ങനെയായെന്ന് പറഞ്ഞ് നമ്മൾ കിടന്ന് വിഷമിക്കും, അങ്ങോട്ട് ചെന്ന് കിടന്ന് ഓടും. എന്നാൽ അവിടെ വണ്ടി ഇല്ലാത്തത് ദൈവത്തിന് എന്തോ പദ്ധതി ഇതിന്റെ പിന്നിലുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അത് തന്നെയാണ് കർത്താവ് അവരോട് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ പിതാവിന്റെ മഹത്വം നിങ്ങൾ ദർശിക്കും. എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന കല്ല് ഉരുട്ടി മാറ്റുക. അവരുടെ ഹൃദയത്തിലാണ് അന്ധതയുടെ കല്ലിരുന്നത്. അത് ഉരുട്ടി മാറ്റാൻ പറഞ്ഞ് ഉരുട്ടി മാറ്റിക്കഴിഞ്ഞപ്പോഴേ കർത്താവ് വിളിച്ച്, പിതാവേ, നിന്റെ മുന്നിൽ ഞാൻ മഹത്വപ്പെടേണ്ടതിനും അവിടുന്ന് മഹത്വപ്പെടേണ്ടതിനും ലാസറേ നീ പുറത്തു വരിക. ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോഴേ പ്രാർത്ഥനയിലൂടെ നിന്റെ പ്രശ്നം പരിഹാരമായി, കുഴപ്പമൊന്നുമില്ല, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പകുതി വഴി വരെ പോയിട്ട് പിന്നെ തിരിച്ചു വരും. അത് എപ്പോഴായിരിക്കും, എങ്ങനെയായിരിക്കും? അതിന്റെ ഒരു അടയാളം എന്ന് പറയാനായിട്ട് എങ്ങനെ? ഏതെങ്കിലും ഒരു സംഗതി അതിരത്തിൽ നിന്ന് വന്നു പോയെങ്കിൽ അതിന് മാറ്റം ഉണ്ടായിരിക്കില്ല. ഇന്നത്തെ നാളെ സംഭവിച്ചേ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അതിന് പ്രതിവിധി വല്ലതും ഉണ്ടോ? പിന്നെ ഒരു പ്രതിവിധിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറഞ്ഞത്, അനേകം പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്ത ജെറുസലേമേ, ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ വേദനിച്ച് വിഷമിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴ് ദൈവം നമ്മളോട് സംസാരിക്കും. എസെക്കിയേൽ 3:27 ഞാൻ നിന്നോട് സംസാരിക്കപ്പോൾ നിന്റെ അതിരം തുറക്കപ്പെടും. ദൈവം സംസാരിക്കുമ്പോഴാണ് ലോകകാര്യമല്ലാതെ ദൈവിക കാര്യങ്ങളായിട്ട് നമ്മുടെ അതിരം തുറക്കുന്നത്. നമ്മൾ അതിരം തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അതിരത്തിലൂടെ എന്ത് വരും? ദൈവത്തിന്റെ കാര്യങ്ങളെ വരും. നിങ്ങളുടെ അതിരത്തിലൂടെ വരുന്നുണ്ടോ? ഉണ്ടോ? വീട്ടിൽ വന്ന് നോക്കണം. ഒരു ദിവസം 100 പ്രാവശ്യം കാശിന്റെ കണക്ക് പറയും. മറ്റുള്ളവർ ചെയ്തു തരാത്ത കാര്യങ്ങളെ കുറ്റം പറയും. അത് തന്നില്ല, ഇത് തന്നില്ല, വേറൊന്നും തന്നില്ല. ദൈവത്തിന്റെ കാര്യം പറയുമോ നിങ്ങൾ? ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും പറയത്തില്ല. പറയുന്നെങ്കിൽ അതിന്റെ അനുഭവം ഉണ്ടാകും. ആ ഭവനത്ത് ഭയങ്കര സമാധാനമായിരിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിച്ചത്. കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ 2-3 പേര് ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവം തരും, ദൈവം തരും എന്ന് ഹൃദയത്തിൽ നിങ്ങൾ തന്നെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ ഉദരത്തിൽ കുഞ്ഞിനെ തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുഞ്ഞിനെ കിട്ടുമോ എന്ന് എന്നോട് പല പ്രാവശ്യം ചോദിച്ച വ്യക്തിയെ ഇപ്പൊ പ്രസവിച്ച് കിടക്കുന്നു. 4-5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു.
ബ്രദറെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുവോ കിട്ടുവോ എന്നിങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയെ പ്രസവിച്ച് കിടക്കുക. കേൾക്കുന്നവരെ നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല, ഇത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്നാല് പിശാച് നമ്മളോട് സംസാരിച്ചാല് ആ നിമിഷം നമ്മളത് അംഗീകരിക്കും, അനുസരിക്കും, അതിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കും. അതാണ് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം ഭാവി ഫലങ്ങളെ കുറിച്ച് പറയുന്ന അശുദ്ധാത്മാവ് വാദിച്ച ഒരു സ്ത്രീ അതിൽ പറയുന്നുണ്ട്. പൗലോസും സിലാസൊക്കെ നടന്നു പോകുമ്പോഴ് നിരന്തരം ഇങ്ങനെ പറയുമായിരുന്നു, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ് ഇവര്, ഇവരിലൂടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നിങ്ങനെ സദാ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പൗലോസ് ഒരു ദിവസം അസ്വസ്ഥത തോന്നിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞ്, ഇവിടിൽ വസിക്കുന്ന ദുഷ്ടാത്മാവേ പുറത്തു വരിക. അപ്പോൾ തന്നെ അത് പുറത്തു വന്നു. അവളുടെ യജമാന്മാര് ഒരുപാട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവളിലൂടെ. അങ്ങനെ അവര് കാരാഗ്രഹത്തിൽ അടച്ച പൗലോസിനെ. നമുക്ക് ഭയങ്കര ഇഷ്ടമാ നമ്മുടെ ചരിത്രങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞാൽ, അല്ലേ? പ്രതിവിധി ഉണ്ടോ അതിന്? ഉണ്ടോ? അന്ധകാര ശക്തി പറയുന്നതിന് ഒരിക്കലും പ്രതിവിധിയില്ലാതെ പറയും. പക്ഷെ അതിനെങ്ങനെ മാറ്റം വരണമെന്ന് പറയേണ്ട അതിന് സാധിക്കത്തില്ല. അതെങ്ങനെ മാറ്റം ഉണ്ടാവുമെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നേരത്തെ റൂബിൻ എന്ന് പറയുന്ന ഒരു ബ്രദർ വന്നായിരുന്നു. അന്ന് അപ്പുറത്തായിരുന്നു പ്രാർത്ഥന. റൂബിൻ ബ്രദർ, അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഒരാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആളിന്റെ ഇരിക്കും നിന്ന് അവരുടെ പൂർവ്വ ചരിത്രം കംപ്ലീറ്റ് പറയും. രോഗമായിട്ട് ആശുപത്രി കിടന്നതും വെള്ളത്തിൽ വീണതും വണ്ടി ഇടിച്ചതും സകല ചരിത്രങ്ങളും പറയും. അതിന് പ്രതിവിധിയൊന്നും ഇല്ല. ഈ റൂബിൻ ബ്രദർ വരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹവുമായിട്ട് പരിചയമുള്ള 2-3 പേര് എന്നോട് വന്ന് ചോദിച്ച്, ബ്രദറെ ഇങ്ങനൊരു ബ്രദർ വരുന്നുണ്ട്, അദ്ദേഹം വരാൻ പറയട്ടെ. അപ്പൊ ഞാൻ കർത്താവിനോട് ആലോചന ചോദിച്ച് ആ ബ്രദറിനെ കുറിച്ച്, കർത്താവെ നീ എന്താണ് പറയുന്നത്? ഈ റൂബിൻ ബ്രദറിനെ അറിയാവുന്നവരുടെ കൈ പൊടിക്കുക. അവിടെ കുറച്ചു പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിനോട് ചോദിച്ച ആ ബ്രദറിനെ കുറിച്ച് നീ എന്ത് പറയുന്നു? അപ്പൊ ഉടൻ തന്നെ കർത്താവ് ഇങ്ങനെ പറഞ്ഞ്, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അതെന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. വീണ്ടും അവരുടെ നിർബന്ധം കൂടി. എന്നാല് ആ വ്യക്തിയിലൂടെ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താനായിട്ടാണ് ആ വ്യക്തി ഇവിടെ വരാനായിട്ട് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടത്തില് ഒരു കുടുംബമുണ്ട്, വൻ തകർച്ചയിലാണ്, വൻ നാശത്തിലാണ് ആ കുടുംബം. അവരെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരാനായിട്ട് കർത്താവ് ആവശ്യപ്പെട്ടതും വരാൻ അനുവദിച്ചത്. അദ്ദേഹം വരാനായിട്ട് പറഞ്ഞ് അദ്ദേഹം വന്നന്ന് കർത്താവിനോട് ചോദിച്ചു, ഈശോയെ എന്താണ് നിന്റെ തീരുമാനം? അപ്പോഴാണ് കർത്താവ് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം സന്ദേശമായിട്ട് തന്നു. ഭാവി ഫലങ്ങള് പ്രവചിക്കുന്ന അശുദ്ധാത്മാവ് ബാധിച്ച സ്ത്രീയെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഈ വന്ന ബ്രദറിന്റെ സ്വഭാവമല്ല അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹം വന്ന് അപ്പുറത്ത് വന്നിട്ട് അവിടെ വന്ന് നിന്നില്ല. അവിടുന്ന് ഒരു കസേര എടുത്തോണ്ട് വന്ന് ഇവിടെ ഇപ്പോഴീ അടച്ചിട്ടിരിക്കുന്ന ഗേറ്റിന്റെ ഇരിക്കാൻ വന്നിരുന്നു. നടന്നിങ്ങോട്ട് വഴിയെ വരുന്ന ആൾക്കാരെല്ലാം വിളിച്ചമ്പരം. അദ്ദേഹം വരുന്നതിന് പുതിയ സോപ്പ് വേണം, പുതിയ തോർത്ത് വേണം, ജഗ്ഗിനകത്ത് നിറച്ച് വെള്ളം വേണം. കാരണം പൊരിഞ്ഞ ആത്മാവ് എപ്പോഴിങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തായാലും അവിടെ അപ്പുറത്ത് തകർത്ത് പിടിച്ച് ഭയങ്കര പ്രസംഗം നടക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഓരോരുത്തരുടെ ചരിത്രങ്ങളെല്ലാം പറയാം. എല്ലാരും കൂട്ടം കയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മള് അറിഞ്ഞാൽ മതി. നമ്മുടെ കാര്യങ്ങൾ എന്തുവാണെന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞാൽ മതി. എങ്ങനെ വന്ന് ഇവിടുന്ന് വന്ന് എങ്ങനെ പോകും, ഇത് വല്ലതും അറിയണോ? അതൊന്നും അറിയണ്ട.
ഇത് പറയുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഇപ്പം നിങ്ങൾ കൗൺസിലിങ്ങിന് വരുമ്പോഴേ കൗൺസിലിങ്ങിലൂടെ കർത്താവ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാത്ത മറന്നു കിടക്കുന്നതൊക്കെ വെളിപ്പെടുത്തിയിട്ട് ആ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങള് ക്ഷമിപ്പിച്ച് പ്രാർത്ഥിക്കും. ആ ഒരേ മേഖലകളോടും ക്ഷമ കൊടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിടുതൽ കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൗൺസിലിങ്ങിലൂടെയും വിടുതൽ കിട്ടാതൊക്കെയുള്ള മേഖലകളാണ് ഉച്ചാരണ പ്രാർത്ഥനയിലൂടെ വിടുതൽ കിട്ടുന്നത്. 2-3 ആഴ്ചയിൽ മുമ്പ് നിങ്ങൾ കണ്ടായിരുന്ന ഒരു വ്യക്തി ഇവിടെ കസേരയിലൊക്കെ വെച്ച് പൊക്കിയെടുത്തിട്ട് വരുന്നു. കണ്ടായിരുന്നോ? ഇവിടെ കസേരയിലൊക്കെ വെച്ച് പൊക്കിയെടുത്ത് താങ്ങെടുത്ത് വരികയായിരുന്നു. കൊണ്ടുപോകാനൊരു സ്ഥലവും ബാക്കിയില്ല അദ്ദേഹത്തിന്. ബാംഗ്ലൂരിലും ബോംബെയിലും സകല സ്ഥലത്തും കൊണ്ടുപോയി ചികിത്സിച്ചു. ഒരു മാറ്റവും ഇല്ലായിരുന്നു. കണ്ട ജനങ്ങളെല്ലാം പറഞ്ഞ അദ്ദേഹത്തിന് ശുദ്ധരപ്രയോഗമാണ്, ശുദ്ധരം ചെയ്തിരിക്കുന്നതാണ്, ഒരുപാട് ശുദ്ധരമുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു അവര് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പെടലി നേരെ 100 വരും. ഡോക്ടർമാര് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എല്ലാം പോയി, ബ്രെയിൻ കംപ്ലീറ്റ് ഡാമേജ്